സെലക്ഷൻ ടൂളുകൾക്കെല്ലാം ഫെദർ അപ്ലിക്കബിൾ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ റെക്ടാങ്കുലർ മാർക്ക് ടൂളാണ്, ആ മാർക്ക് ടൂളിന് ഒരു ഫെദർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാ സെലക്ഷൻ ടൂളുകൾക്കും നമുക്ക് ഫെദർ ലഭിക്കുന്നതാണ്. ഫെദർ എന്ന് പറഞ്ഞാൽ എഡ്ജ് സ്മൂത്ത് ചെയ്യാനുള്ള സംഗതിയാണ്. ഇവിടെ ഈ റെക്ടാങ്കിൾ മാർക്ക് ടൂള് നമുക്ക് ഒരിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വരയ്ക്കാം, ഏത് സൈസിൽ വേണമെങ്കിലും വരയ്ക്കാം. എന്നാൽ സമചതുരത്തിൽ വരയ്ക്കാനായിട്ട് നിങ്ങളുടെ കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ സമചതുരത്തിൽ ലഭിക്കും. ഷിഫ്റ്റ് കീ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈസിലും വരയ്ക്കാം. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ സമചതുരത്തിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ സമചതുരത്തിൽ വരയ്ക്കാനായിട്ട് സ്റ്റൈൽ എന്നുള്ള ഭാഗത്ത് എന്താ പറയുക, റേഷ്യോ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വിഡ്ത്ത് എന്നുള്ളത് 1 കൊടുക്കുക, ഹൈറ്റ് എന്നുള്ളത് 1 കൊടുക്കുക. ഇവിടെ ഒരേ സംഖ്യ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം, കറക്റ്റ് സ്ക്വയർ ലഭിക്കും. ഇവിടെ ഇപ്പോൾ ഫെദർ അപ്ലൈ ആണ്. നമ്മളിവിടെ 50 ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇനി വരയ്ക്കുന്ന എല്ലാ റെക്ടാങ്കുലർ മാർക്ക് ടൂളിൻ്റെ സെലക്ഷനും നമുക്ക് ഈ 50 ഫെദർ ലഭിക്കുന്നതാണ്. ഇനി ഞാനിവിടെ ഫെദർ 0 കൊടുത്ത് അതിനുശേഷം ഒരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണ്. ഈ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫെദർ കൊടുത്തിട്ട് അത് അപ്ലൈ ആവില്ല. അപ്പോൾ ഇവിടെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ 50 കൊടുത്തപ്പോൾ അത് ഇതിൽ അപ്ലൈ ആയിട്ടില്ല. അതായത് ഫെദർ കൊടുക്കുമ്പോൾ ഇവിടെ വില ആദ്യം ഉണ്ടാവണം എന്നർത്ഥം. ഇനി വരച്ച് കഴിഞ്ഞതിന് ശേഷം ഫെദർ കൊടുക്കണമെങ്കിലോ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫെദർ എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെദർ വാല്യൂ കൊടുക്കാൻ പറ്റും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫെദർ അപ്ലൈ ചെയ്യും. അതായത് വരയ്ക്കുന്നതിന് മുമ്പാണ് ഇവിടെ വില കൊടുക്കേണ്ടത്. വരയ്ക്കിയതിന് ശേഷമാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫെദർ കൊടുക്കാം. ഈ ഫെദർ വാല്യൂ കിട്ടാനായിട്ട് മറ്റൊരു രീതി, സെലക്ഷനിൽ പോയിട്ട് കഴിഞ്ഞാൽ അതിൽ മോഡിഫൈ എന്ന ഭാഗത്ത് ഫെദർ എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. രണ്ടും ഒന്ന് തന്നെ. കീബോർഡിൽ ആൾട്ട് കൺട്രോൾ പിടിച്ചുകൊണ്ട് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഫെദറിൻ്റെ ഷിഫ്റ്റ് F6 പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ പറയുക, ഫെദർ സെലക്ട് ചെയ്യാനായിട്ട്. മുൻപത്തെ വെർഷനിലൊക്കെ ഇത് ആൾട്ട് കൺട്രോൾ ഡി എന്നായിരുന്നു. ഇപ്പോൾ ഷിഫ്റ്റ് F6 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു സംഗതി, നമ്മളൊരു ഫെദർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫെദർ വാല്യൂ ഒരു തവണ കൂടി കൊടുത്തു കഴിഞ്ഞാൽ മുൻപ് നിലനിൽക്കുന്ന വാല്യൂവും പുതിയ കൊടുക്കുന്ന വാല്യൂയും കൂടി കൂട്ടിയ വാല്യൂയാണ് വരിക. അതായത് ആദ്യം 50 കൊടുത്ത് രണ്ടാമത് ഒരിക്കൽ കൂടി തുറന്ന് വീണ്ടും 50 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫെദർ വാല്യൂ ടോട്ടൽ 100 ആയിട്ടായിരിക്കും വരിക. മൈനസ് വാല്യൂ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല, കൊടുത്ത വാല്യൂ കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ബാക്കിലേക്ക് പോവുക, അൺഡു ഫെദർ കൊടുക്കുക. ബാക്ക്വേഡ് കൊടുത്തതിന് ശേഷം പിന്നിലേക്ക് പോവുക, ബാക്ക്വേഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഫെദറിങ് വീണ്ടും കൊടുക്കുക. അതല്ലെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി സെലക്ട് ചെയ്തുകൊണ്ട് പുതിയ ഫെദർ വാല്യൂ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു ടൂള് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടൂള് 50 പിക്സൽ ഉള്ളതും ഫിക്സഡ് റേഷ്യോയിലുള്ളതുമായിട്ടുള്ള ഒരു ടൂള് നമുക്ക് പിന്നീടും ഉള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ടി വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൂളിനെ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഉപയോഗത്തിനായിട്ട് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് സേവ് ചെയ്യാനായിട്ട് ഈ ടൂളിൽ ഇരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഇവിടെ കാണുന്ന ഈ ബട്ടണിൽ ഇവിടെ പ്രീസെറ്റ് എന്നാണ് ഇതിന് പറയുക. പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി സേവ് ചെയ്ത് വെക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ 1 എന്ന് പേര് കൊടുക്കുന്നുണ്ടാവും. നമുക്ക് ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ ഫെദർ വാല്യൂ കൊടുക്കാം, F50 എന്ന് കൊടുക്കാം. നമുക്ക് വായിച്ചെടുക്കാനായിട്ട് ഫെദർ 50 ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ മാർക്ക് ടൂളാണ് ഇത്. ഇതിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് W1 അല്ലെങ്കിൽ സ്ക്വയർ എന്നുള്ള നിലയ്ക്ക് SQ എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഇൻഡിക്കേഷൻ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഇൻഡിക്കേഷൻസ് പേരൊക്കെ മാറ്റി കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ സംഗതി ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു അവസരത്തിൽ ഇതിൻ്റെ ഫെദർ വാല്യൂ മാറിയിരിക്കുന്ന അവസരത്തിലും നമുക്ക് ആ ടൂൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ സെറ്റിങ്സിലേക്ക് ഉടനെ വരുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഫെദർ ഇഫക്ട്സും നമുക്ക് ലഭിക്കുന്ന തരത്തിലെ ടൂൾ പ്രീസെറ്റ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും.